ആറ്റുകാൽ പൊങ്കാല എന്നാൽ ജാതി മത ഭേദങ്ങൾ ഇല്ലാത്ത ഉത്സവം തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ നോമ്പുകാലമാണ്. ഈ നോമ്പുകാലത്താണ് ആറ്റുകാൽ പൊങ്കാല എത്തിയിരിക്കുന്നത്. സാധാരണ ഈ ഹാളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വിശ്രമിക്കാൻ തുറന്നു കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നോമ്പ് തുറയുടെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഹാളിൻ്റെ മുകളിലുള്ള ഹാളാണ് പള്ളി അധികാരികൾ ഈ വിശ്രമിക്കുന്നതിനും മറ്റുമായി തുറന്നു കൊടുത്തിട്ടുള്ളത്. നാളെ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള വിറകും മറ്റ് സാമഗ്രികളെല്ലാം തന്നെ തയ്യാറാണ്. പള്ളി അധികാരികൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൗകര്യം ഒരുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം സൗകര്യമൊക്കെ കൊടുക്കാറുണ്ട്. രാത്രി എല്ലാവരും വന്ന് സ്റ്റേ ചെയ്യും. സ്ഥിരമായിട്ട് കൊടുത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ പരിചയമുള്ള ഇവിടെ എത്ര പേർക്കൊക്കെ കഴിയാൻ സാധിക്കും? 150 പേർക്ക് നമുക്ക് സൗകര്യം ചെയ്യാൻ കഴിയും. നോമ്പുകാലായതുകൊണ്ട് തന്നെ മറ്റ് ആഹാരം ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും അവിടെ സ്റ്റേ ചെയ്യാനും ബാത്റൂമിൻ്റെ സൗകര്യമൊക്കെ അല്ലെങ്കിൽ പിന്നെ സാധാരണ പൊങ്കാല ദിവസം ആഹാരമൊക്കെ സംവിധാനങ്ങളാണ്. ഉച്ചത്തെ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. അറേഞ്ച് കൊടുക്കാൻ പ്രാവശ്യം കഴിയില്ല. കാരണം കഞ്ഞിയുടെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഒക്കെ വിളമ്പി കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു അസൗകര്യം ഉണ്ടെന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വിപരീതമായി. അതൊരു വിഷമമല്ലേ? പിന്നെ സാധാരണ ചെയ്തിരുന്നായിരുന്നു. അത് ചെയ്യാൻ കഴിയുന്നില്ല. ഈ സ്ഥിരമായി വരുന്നവരുണ്ടെന്നോ അല്ലേ? എപ്പോഴും പറയും ഇവിടുത്തെ കാര്യം. കാരണം ഒരു ജാതി വ്യത്യാസം ഇല്ലാതെ ഞങ്ങളോട് ഇത്രയും സഹകരണം കാണിക്കുന്ന എപ്പോഴും പറയും. ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യം ഇവിടെ തന്നെ തേടി വന്നു. എല്ലാ തവണയും വരുമ്പോൾ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ വരുന്നത്. വർഷങ്ങളായിട്ട് വരുന്നവരുണ്ട്. പിന്നെ എന്തായാലും അവർ വരുന്ന ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ ശരിക്കും അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഞങ്ങൾ നാടിനെ സംബന്ധിച്ചോളം, ഈ പള്ളിയെ സംബന്ധിച്ചോളം ഇനിയും അവർ വരണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ നമ്മൾ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് പരിഹരിച്ച് കൊടുക്കുന്നതാണ്. വളരെ സന്തോഷമുള്ള നിമിഷമാണ്. ഈ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുള്ളൊരു വാക്കുകളാണ്. കാരണം ഇങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അവർക്കുള്ള സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത്. കാരണം ഇതൊരു അവസരമായാണ് അവർ കാണുന്നത്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരും എല്ലാ വർഷവും ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞൊരു മതമൈത്രിയുടെ ഒരു അനുഭവം ഇവിടെ വരും. വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടി. അന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നത്. വേറെ സ്ഥലം തേടി പോകാറില്ല. ഇവിടെ തന്നെ വരുന്നത്. വണ്ടിക്കാരനൊക്കെ പറയും ഇന്നടുത്ത് തന്നെ കൊണ്ടിറക്കണോ, അങ്ങനെ ഇവിടെ കൊണ്ടിറക്കും. പള്ളിയിലുള്ളവർ പറഞ്ഞത് നോമ്പുകാലായതുകൊണ്ട് അവർക്ക് ആഹാരമൊന്നും തരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമാണ്. ഞങ്ങൾക്കൊക്കെ പറഞ്ഞ് വിഷമമുണ്ട്. കഴിഞ്ഞതിനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആഹാരം തന്നു. കഴിഞ്ഞതിന് താഴെയായിരുന്നു ഇഷ്ടംപോലെ ആഹാരമൊക്കെ തന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ വെയിൽ കൊള്ളാനൊന്നും പോകണ്ടായിരുന്നു. ഇവിടെ തന്നെ തന്നു. സാധാരണ നോമ്പ് സമയത്ത് പൊങ്കാല വരാറില്ല. ഇപ്പോൾ രണ്ടും കൂടി വന്നതുകൊണ്ട് ഇവർക്കൊക്കെ നമ്മുടെ കഞ്ഞി ആസ്വദിക്കാൻ പറ്റി. നോമ്പിൻ്റെ കഞ്ഞി ആസ്വദിക്കാൻ പറ്റി. ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഞങ്ങൾ കഴിച്ചു. ഇഷ്ടം പോലെ കഞ്ഞി കുടിച്ചു. നല്ല കഞ്ഞിയായിരുന്നു. ഞങ്ങൾ 4-5 വർഷം കൊണ്ട് വരുന്നു. അങ്ങേറ്റത് സന്തോഷം. ഇപ്പം നമുക്കൊരു വ്യക്തിയുടെ ആ മനസ്സാണ് ഏറ്റവും വലിയ. ഈ അമ്മയ്ക്ക് മുമ്പ് പൊങ്കാല ഇടുമ്പോൾ എല്ലാവർക്കും ഉള്ള നന്മയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും നന്മ. ഇവിടെ ജാതിഭേദമൊന്നുമില്ല. നന്മയുടെ സുഖമുള്ള കാഴ്ചകൾ, സുഖമുള്ള വാക്കുകൾ, അത് തന്നെയാണ് മണക്കാട് പള്ളിയിൽ നിന്ന് കേൾക്കുന്നത്. ക്യാമറമാൻ രാകേഷിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.